വഖഫ് നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. കേന്ദ്രം കൊണ്ടുവന്ന നിയമ ഭേദഗതിയിലെ വിവാദ വകുപ്പുകൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ബോർഡിൽ 3-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ല. ജില്ലാ കളക്ടറുടെ അധികാരത്തിന് കോടതിയുടെ കൂച്ചുവിലങ്ങ്. നിർണായക വിധി പറഞ്ഞ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷപ്ന, മുസ്ലിം സംഘടനകളെ, മുസ്ലിങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരുന്ന വ്യവസ്ഥകളാണോ ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്? അവയാണോ ഇപ്പോൾ ഭാഗികമായി മാറ്റിയിരിക്കുന്നത്? എന്താണ് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും മുസ്ലിം സംഘടനകൾ വലിയ ആശങ്കയാണ് ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരുന്നത്. സുപ്രീം കോടതിയിലടക്കം മുസ്ലിം സംഘടനകളിലെ വിവിധ മുസ്ലിം സംഘടനകൾ ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ ഈ വാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മതപരമായ വിശ്വാസത്തെ, ഭരണഘടനാപരമായ അവകാശത്തെ ഹനിക്കുന്നതാണ് ഈ ഭേദഗതി ബില്ല് എന്നതായിരുന്നു പ്രധാനപ്പെട്ട വാദം. ഏതായാലും ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവിൽ വലിയ ആശ്വാസം തന്നെയാണ്. കാരണം ഇതിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. മതപരമായ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ നടത്തുന്ന രീതിയിലുള്ള ഭേദഗതിയായിരുന്നു കൊണ്ടുവന്നത് എന്ന ആക്ഷേപം നിലനിന്നിരുന്നു. ഇത് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. പ്രധാനമായും സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് 3 കാര്യങ്ങളാണ്. ഒന്ന്, 5 വർഷമെങ്കിലും വിശ്വാസിയായിരിക്കണം ഒരാൾ. ഏതെങ്കിലും ഭൂമി വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷം മുസ്ലിം മതവിശ്വാസിയായിരിക്കണം എന്നതായിരുന്നു. ആ നിയമത്തിന്റെ ഭേദഗതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യാം എന്നൊരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. കാരണം ഈ വഖഫ് ഭേദഗതി നിയമം പ്രകാരം 5 വർഷം തുടർച്ചയായി ഇസ്ലാം മത വിശ്വാസിയായി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ വഖഫ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഏതെങ്കിലും അമുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ പുതുതായി ഇസ്ലാം മതം സ്വീകരിച്ച ആളുകൾക്കോ വഖഫ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അവരുടെ സ്വത്തുക്കൾ. എന്നാൽ ഇപ്പോൾ ആ ഒരു ക്ലോസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. മറ്റൊന്ന്, ജില്ലാ കളക്ടറുടെ അധികാരമാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ജില്ലാ കളക്ടർമാരായിരിക്കണം വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തർക്കം ഉടലെടുത്താൽ അതിൽ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കളക്ടർമാരാകണം എന്നതായിരുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു തർക്കം ഉന്നയിച്ചാൽ, എന്തെങ്കിലും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തർക്കം ഉണ്ടായാൽ അത് പിന്നീട് ജില്ലാ കളക്ടറുടെ തീരുമാനത്തിന് വിടുകയും ആ തർക്കമുണ്ടാകുന്ന ഭൂമി പിന്നെ തർക്കഭൂമിയായി നിലനിൽക്കുകയും ചെയ്യുമായിരുന്നു ഈ ക്ലോസ് പ്രകാരം. അതും സ്റ്റേ ചെയ്തിരിക്കുന്നു. മറ്റൊന്നുകളെ വെച്ച് വഖഫ് ബോർഡ് പോലുള്ള ഒരു ബോർഡ് രൂപീകരിക്കുന്നത് തികച്ചും അനുചിതമാണ് എന്നായിരുന്നു ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത്. ഇതിപ്പോൾ കോടതി തീരുമാനം പറഞ്ഞിരിക്കുന്നു. 3 പേർ, ഏറ്റവും കൂടിയാൽ 3 പേർ മാത്രമേ അമുസ്ലിങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ ബോർഡിൽ. ബാക്കിയുള്ളവർ എല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളായിരിക്കണം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റൊരു കാര്യം സുപ്രീം കോടതി പറഞ്ഞത് സിഇഒയുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. വഖഫ് ബോർഡ് സിഇഒ മുസ്ലിം ആയിരിക്കുകയാണ് ഉചിതം. അല്ലാത്ത സാഹചര്യങ്ങളിൽ അമുസ്ലിങ്ങൾക്കും വഖഫ് ബോർഡിൻ്റെ സിഇഒ ആകാം. പക്ഷേ മുസ്ലിം ആയിരിക്കുകയാണ് കൂടുതൽ ഉചിതം എന്ന് കോടതി പറയുന്നുണ്ട്. വഖഫ് ബോർഡ് സിഇഒയുടെ കാര്യത്തിൽ മുസ്ലിമോ അമുസ്ലിമോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ വഖഫ് ബോർഡ് അംഗങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി പറയുന്നു 3-ൽ കൂടുതൽ ആളുകൾ മുസ്ലിങ്ങളാകരുത് എന്ന് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ 3 കാര്യങ്ങളിലാണ് സുപ്രീം കോടതി കൃത്യമായ നിലപാട് വ്യക്തമാക്കി അല്ലെങ്കിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് ഇടക്കാല ഉത്തരവ് മാത്രമാണ്. അന്തിമ ഉത്തരവ് പിന്നീടായിരിക്കും. നമുക്കറിയാം, ഈ ഹർജി വരുന്ന സമയത്ത് തന്നെ കളക്ടറുടെ അധികാരം അടക്കമുള്ളവ നേരത്തെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വഖഫ് ബോർഡ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കരുത് എന്ന് കോടതി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. പിന്നീടാണ് ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവുണ്ടായത്. 100ഓളം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയിരുന്നു. 5 ഹർജികൾ മാത്രമാണ് ഇതിൽ വാദം പൂർത്തിയാക്കിയത്. അതിനുശേഷം ഈ വാദം പൂർത്തിയാക്കി പിന്നീട് മെയ് മാസത്തിൽ വാദം പൂർത്തിയാക്കിയെങ്കിലും ഇപ്പോൾ മാത്രമാണ് ഇടക്കാല ഉത്തരവിട്ടിരുന്നത്. ഷബ്ന, നമുക്കറിയാം ഡൽഹി ജുമാ മസ്ജിദ് അടക്കം പല സ്വത്തുക്കളിലും പ്രശ്നങ്ങൾ വരുന്ന ഭേദഗതിയായിരുന്നു കൊണ്ടുവന്നത്. അതിലാണിപ്പോൾ ഭാഗികമായ ഒരു സ്റ്റേ കിട്ടിയിരിക്കുന്നത്. വളരെ പ്രധാനമായും മുസ്ലിം സംഘടനകൾ ഉന്നയിക്കപ്പെട്ട ആശങ്കകൾക്ക് അതിനേതായാലും ഈ ഭേദഗതിയോടെ, ഈ ഒരു സ്റ്റേയോടുകൂടി അതിന് ആശ്വാസമാവുകയാണ്. അപ്പോൾ ഇനി നിയമ പോരാട്ടം അവസാനിപ്പിക്കുകയാണോ മുസ്ലിം സംഘടനകൾ ചെയ്യുക? എന്തായിരിക്കും അവരുടെ നീക്കം? അവർ ഈ വിധിയിൽ സംതൃപ്തരല്ലേ?
രശ്മി, ഇത് ഇന്ററിം ഓർഡറാണ്, അതായത് ഇടക്കാല ഉത്തരവ് മാത്രമാണ്. അന്തിമ വാദവും അന്തിമ ഉത്തരവും ഇനി പിന്നീട് വരാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ ഇടക്കാല ഉത്തരവിൽ ഏതായാലും ഹർജിക്കാർ ആശ്വാസം തന്നെയാണ്. കാരണം ഹർജിക്കാർ ഉന്നയിച്ചിരുന്ന രീതിയിൽ മതപരമായ രീതിയിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനും അതോടൊപ്പം തന്നെ മതവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് അത്തരത്തിലുള്ള അവകാശങ്ങൾ. എന്നാൽ അത് ഖണ്ഡിക്കുന്ന രീതിയിലാണ് ഈ ഭേദഗതി ബില്ല് എന്നതായിരുന്നു. പ്രത്യേകിച്ച് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോടതി എടുത്തു പറഞ്ഞ ഈ വഖഫ് ചെയ്യുന്ന കാര്യത്തിൽ ആർക്കൊക്കെയാണ് വഖഫ് ചെയ്യാനുള്ള അധികാരം എന്നത് സംബന്ധിച്ച് ഒരു അമുസ്ലിമായ ആൾക്ക് ഈ ഇസ്ലാം മത വിശ്വാസികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭൂമി വഖഫ് ചെയ്യണം എന്നാഗ്രഹിച്ചാൽ അത് നടക്കാത്ത സാഹചര്യം നേരത്തെ ഈ വഖഫ് ഭേദഗതി നിയമപ്രകാരം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പുതുതായി ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഒരാൾക്ക് വഖഫ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. 5 വർഷം തുടർച്ചയായി ഇസ്ലാമായി ജീവിക്കണം എന്നത് സംബന്ധിച്ചായിരുന്നു ഈ ക്ലോസിൽ പറഞ്ഞിരുന്നത്. അത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. അതേതായാലും എടുത്തു കളഞ്ഞു ജില്ലാ കളക്ടറുടെ അധികാരം. അതോടൊപ്പം തന്നെ ബോർഡിൽ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളെ അമുസ്ലിങ്ങളെ നിയമിക്കുന്നത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഹർജിക്കാർ വലിയ എതിർപ്പ് ഉന്നയിച്ചിരുന്നത്. തീർച്ചയായും ആശങ്ക ഉണ്ടാക്കിയിരുന്ന വിവാദ വ്യവസ്ഥകൾ ഏതായാലും സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇടക്കാല ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.